സംസ്ഥാനത്ത് കൊടുംചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ്. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ചാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിലെ മുക്കിലും മൂലയിലും ഓടിയെത്തുന്നത്. കാണാം ചൂട് കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ. മിക്ക ജില്ലകളിലും താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിയർക്കാതിരിക്കാൻ ഇപ്പോൾ എത്ര വിയർത്താലും കുഴപ്പമില്ലെന്ന മട്ടിലാണ് സ്ഥാനാർത്ഥികളുടെ വോട്ടോട്ടം. പൊരിവെയിലത്തും കാത്തുനിൽക്കുന്ന വോട്ടർമാരെ കാണുമ്പോൾ ചൂടൊന്നും ഒരു പ്രശ്നമല്ലെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ചൂടില്ല എന്ന് നമ്മൾ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. നല്ല ചൂടും നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ചൂടിലൊരു തണുപ്പ് ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്കൊരു തണൽ കിട്ടുന്ന പോലത്തെ ഒരു അനുഭവം ഇവിടുത്തെ ജനങ്ങൾ തരുന്നുണ്ട്. അതിൽ പിടിച്ചു നിൽക്കുകയാണ്. ചൂട് കൂടിയതോടെ പ്രചാരണത്തിന് സമയക്രമം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. പ്രചാരണത്തിനിടെ ധാരാളം വെള്ളം കുടിക്കും. വോട്ടർമാരുടെ കാര്യത്തിലുമുണ്ട് കരുതൽ. ഈ ഉച്ചക്കത്തെ കേന്ദ്രത്തിലെത്തുമ്പോൾ 1 മണിയൊക്കെ ആയി പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങളധികം വെയിൽ കൊള്ളിക്കാതെ തണലുള്ള സ്ഥലം നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ധാരാളം വെള്ളം സ്വീകരണ കേന്ദ്രത്തിലെല്ലാം വെക്കുന്നുണ്ട്. ഞാനും എൻ്റെ വണ്ടിക്കകത്ത് ഇഷ്ടംപോലെ വെള്ളം വെക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നു. മുഖത്തെ ക്ഷീണം മനസ്സിനെ ബാധിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. ഏത് തീക്ഷ്ണ കാലാവസ്ഥയെയും നേരിടാൻ മനസ്സ് പക്വമാണ് നേതാവിന്. ആ ക്ഷീണം കാലാവസ്ഥയോട് പൊരുതാനുള്ള ക്ഷീണമാണ്. ആ ക്ഷീണം മനസ്സിനെ ബാധിച്ചില്ല. ഏത് തീക്ഷ്ണമായ കാലാവസ്ഥയും നേരിടാൻ എൻ്റെ മനസ്സ് പക്വമാണ്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. നാരങ്ങാവെള്ളവും കരിക്കുമാണ് ചൂടിനെ പ്രതിരോധിക്കാൻ ശശി തരൂരിന്റെ ആശ്രയം. ഭയങ്കര ചൂട്. എനിക്ക് തോന്നുന്നു ഇത് 2009 ആയിരുന്നു എൻ്റെ ഓർമ്മ. ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ആകെ 3 ആഴ്ചയുടെ പ്രചരണ ഉണ്ടായിരുന്നു. ഈ തവണ എൻ്റെ പേര് പ്രഖ്യാപിക്കുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. വിചാരിക്കും നമ്മൾ ഇന്ന തീയതി, ഇന്ന് ഏപ്രിൽ 7-ആയി. 1 മാസം പ്രചരണം ചെയ്ത് കഴിഞ്ഞു. നല്ല ചൂടാണ്. ഈ കാര്യം കൂടുതൽ എല്ലാ ദിവസവും ചൂട് കൂടുന്നുണ്ട്. ചൂടൊരു വെല്ലുവിളിയേ അല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങൾക്ക് അതേ ഒരു ടെമ്പറേച്ചർ അല്ലേ, അത് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ കരുതുന്നില്ല. ചൂടുണ്ട്, കുറച്ചൊരു ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളം കുടിക്കണം, നാരങ്ങ വെള്ളം കിട്ടിയാൽ അതും കുടിക്കണം. അന്തരീക്ഷത്തിലെ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിനോളം വരില്ലെന്ന് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. കനത്ത ചൂടാണ്. പക്ഷേ പ്രവർത്തകർ സ്വീകരണ പരിപാടികൾക്കെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചൂടിനെ വകവയ്ക്കാതെ സ്വീകരണ സ്ഥലത്തും പ്രവർത്തകർ കാത്തു നിൽക്കുന്ന അവിടെ എത്തേണ്ടി വരികയാണ്. അന്തരീക്ഷത്തിലെ ചൂട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് ആയിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് കുറവായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. ചൂടിനോട് പൊരുതാൻ പ്രചാരണത്തിനിടെ ഓറഞ്ചാണ് ഹൈബിയുടെ പ്രധാന ആഹാരം. ധാരാളം വെള്ളം കുടിച്ചും മാംസാഹാരം ഒഴിവാക്കിയുമെല്ലാം പ്രചാരണ ചൂട് കുറയാതെ നോക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ഡെസ്ക് 24.